നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ പൗലോസും ഹാൻഡപ്പനും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അലീനയുടെ മുന്നിൽ. കാരണം സ്റ്റാർലി അറിഞ്ഞിട്ടാണോ ഈ സാധനങ്ങളൊക്കെ സാവിത്രിക്ക് കൊടുത്തു വിടുന്നതെന്നുള്ള ആ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയുടെ മുമ്പിൽ എന്തോ ഉത്തരം പറയാനായിട്ടാണ്. പെട്ടെന്ന് ഹാൻഡപ്പൻ പറഞ്ഞു, അത് പിന്നെ അവരൊരു പാവം സ്ത്രീയാണ്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, അതിന് കൊടുക്കലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുക്കണ സമയത്ത് അത് പപ്പായോടും കൂടെ പറഞ്ഞിട്ട് വേണ്ടേ ഹാൻഡപ്പൻ ചേട്ടാ ചെയ്യാനായിട്ട്? പൗലോസ് പറഞ്ഞു, അല്ല അത് പിന്നെ കുഞ്ഞെ ഇവിടെ അടിച്ചു വരാൻ വരുന്ന, അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചേക്കും. എന്തൊക്കെയാണെങ്കിലും ശരി, വെറുതെ കിട്ടുന്നൊന്നുമല്ലോ എൻ്റെ പപ്പ ഉണ്ടാക്കുന്നതല്ലേ, എനിക്ക് കൊടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമല്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞിട്ട് വേണ്ടേ കൊടുക്കാനായിട്ട്. അല്ല നമ്മളങ്ങനെ എടുത്തു കൊടുക്കാൻ പാടുണ്ടോ, തോന്നിയാസം ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദ്യം ചെയ്ത് പൗലോസിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അലീന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആൻ്റപ്പനോട് പറഞ്ഞു, ഇത് ശരിയാവുമെന്ന് തോന്നില്ല, മിക്കവാറും ഈ പെണ്ണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിട്ടുള്ള പണി ഉറപ്പായിട്ടും കിട്ടും. അത് കേട്ടപ്പോൾ ആൻ്റപ്പൻ പറഞ്ഞു, ദേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, എങ്ങാനും കേണൽ സാബ് എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു നമ്മുടെ. ഓ ഇനിയിപ്പോൾ കേണൽ സാബ് കേട്ടാൽ എന്താണെങ്കിലും അവൾക്കൊട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു പൗലോസിൻ്റെ മനസ്സിൽ. ഇത്രയും കാലമായിട്ട് തന്നെ ചോദ്യം ചെയ്യാനായിട്ട് ആരും വന്നില്ല. അപ്പോൾ അലീനെ ചോദ്യം ചെയ്ത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആ സമയം രാവിലെ തന്നെ ബബിതയും കൃഷ്ണമോളും ഒക്കെ എഴുന്നേറ്റ് അടുക്കള ജോലികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും എന്താ അച്ഛൻ വരാത്തെ? അല്ല അച്ഛനെ അവിടുന്ന് ഇവിടം വരെ വരണ്ടേ? ശരിക്കും അലീന ചേച്ചി ഇല്ലാത്തതിൻ്റെ അറിയാനുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതെ, അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോ കളിതമാശകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റിയില്ല ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്. ഞാൻ ആദ്യമൊക്കെ അതൊക്കെ പറയുമ്പോൾ ബബിതയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ബബിതയ്ക്ക് ആദ്യം അലീനെ ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. കൃഷ്ണപോൾ പറഞ്ഞു, സാരമില്ല, അലീന ചേച്ചിക്ക് നമ്മളെ കാണാതിരിക്കാൻ വരാനൊന്നും പറ്റില്ല. അലീന ചേച്ചി നമ്മളെ കാണാനൊക്കെ വരും. അച്ഛൻ വരുമായിരുന്ന കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, അലീന ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയായിരുന്നു പറഞ്ഞു. ആ സമയം ഭവിത പറഞ്ഞു, അല്ല അമ്മ കാരണമല്ലേ, അമ്മ മര്യാദയ്ക്ക് നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പം അലീന ചേച്ചി ഇവിടെ നിൽക്കില്ലായിരുന്നോ? കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അച്ഛൻ വരുമ്പോൾ എന്താണെങ്കിലും അമ്മയ്ക്ക് കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയാ, അമ്മയും അച്ഛനും കൂടെ തമ്മിൽ ചേരുമെന്ന് എനിക്ക് തോന്നില്ല. ഒന്നാമത്തെ കാര്യം അലീന ചേച്ചിയും കൂടെ പോയതുകൊണ്ട് അച്ഛനും ദേഷ്യം കാണുമായിരിക്കും. ഭവിത പറഞ്ഞു, അതെ അച്ഛന് മാത്രമല്ല ദേഷ്യം, എനിക്കും ദേഷ്യമുണ്ട്. ഓഹോ ദേഷ്യമുണ്ടോ? എന്നിട്ടിത് കാണുന്നില്ലോ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരെ. ഇനി അമ്മയുടെ അടുത്ത് പഴയതുപോലെ ഒന്നും ആയിരിക്കില്ലോ. ഓ അപ്പം സീനിയർ വൈദ്യം ജൂനിയർ വൈദ്യം കൂടെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചോ? അതൊക്കെ ചിലപ്പോൾ ഏറ്റുമുട്ടിയെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണപോളും ബബിതയും കൂടെ അങ്ങോട്ട് ചെന്നു. അല്ല എങ്ങനെയുണ്ട് അലീന ചേച്ചിക്ക് അവിടെ സുഖമാണോ അച്ഛാ എന്നൊക്കെ ചോദിച്ചു. അല്ല അലീനെ വിളിച്ചായിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എങ്ങാനും ഇനിയിപ്പോൾ അലീനയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബാലേന്ദ്രൻ തിരികെ കൊണ്ടുവരുമെന്ന്. അല്ല നിങ്ങളെന്താ കാറിലേക്ക് നോക്കുന്നേ? അല്ല അലീന ചേച്ചി അങ്ങനെ തിരികെ വന്നിട്ടുണ്ടോന്ന്. തിരികെ വരാൻ വേണ്ടിയിട്ടാണോ ഞാൻ അവളെ കൊണ്ട് പോയത്? അല്ല അച്ഛാ, അത് അലീന ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുന്നേ? അല്ല അവിടെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞല്ലോ, പെണ്ണുങ്ങളാരും. പിന്നെ എന്തിനാ അച്ഛൻ അവിടെ കൊണ്ടേ ആക്കിയത്? അതെ പെണ്ണുങ്ങളൊക്കെ അവിടെ വരുമെന്ന് പറഞ്ഞു. വരുമോ എപ്പം? അതൊക്കെ വന്നോളൂ, നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവൾ സേഫ് ആണെന്ന് മാത്രം നോക്കിയാൽ പോരെ, ഞാനത് മാത്രമേ നോക്കിയുള്ളൂ. അതെ ഇപ്പം തന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട്, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഹാളിലേക്ക് അങ്ങോട്ട് ചെന്നു. വൈജയന്തിയെ മൈൻഡ് ചെയ്യാതെ ബാലേന്ദ്രൻ ഞങ്ങൾ സ്റ്റെയർ കേസ് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവിടെ വന്നിട്ട് വൈജയന്തി പറഞ്ഞു, അല്ല അവളെ കൊണ്ടുവിടാൻ ഇന്നലെ പോയതല്ലേ, എന്നിട്ട് ബാലേന്ദ്രൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ കയറപ്പോകാൻ തുടങ്ങിയ ബാലേന്ദ്രൻ താഴേക്ക് തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? തോന്നുമ്പോൾ പോകാനും തോന്നുമ്പോൾ വരാനും ഇത് സത്രമൊന്നും അല്ല. അല്ല നീ ഇതെവിടെ പോയി, എപ്പോൾ വന്നു, എങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ വേറൊരിടത്തേക്കും പോയെന്നല്ല, എൻ്റെ വീട്ടിലേക്കാ. ആര് കണ്ടു നിന്റെ വീട്ടിലേക്കാന്ന് എനിക്കറിയാവോ? അതെന്താ ബാലേന്ദ്ര അങ്ങനെ ഒരു ചോദ്യം? എന്താന്ന് മനസ്സിലായില്ലല്ലേ? അല്ല ഞാനെന്തോ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ. ആർക്കറിയാം ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന്? ആരുടെ മനസ്സിൽ കയറി നോക്കാൻ പറ്റുന്നൊന്നുമില്ലോ. ഒളിയും മറയുള്ള പലരും ഉണ്ട്.
പുറത്ത് പറയാൻ പറ്റാതെ പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടതും വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വൈജയന്തിക്ക് ടെൻഷനായി. അലീന ഇനി എന്തെങ്കിലും പറഞ്ഞു കാണുമോ, മനു എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നൊരു ചിന്ത. വൈജയന്തിയുടെ പെട്ടെന്ന് മുഖമൊക്കെ അങ്ങോട്ട് മാറി. കൃഷ്ണമോൾക്ക് മനസ്സിലായി അച്ഛൻ നല്ല ഫോമിലാന്ന്. കാരണം അച്ഛനോട് ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ നന്നായിട്ട് മാന്തി കൊടുക്കും. ഒരു നിമിഷം ബാലേന്ദ്രൻ ഓർത്ത് സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലോ, അവളുടെ കണ്ണം തീർത്ത ആളിനെ പൊട്ടിച്ചാലോ. പിന്നെ അലീനയുടെ മുഖം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണ്ടാന്ന് വെച്ചു. കൃഷ്ണമോൾക്കറിയാം അച്ഛന് ദേഷ്യം വന്നാൽ ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലും വിളിച്ചു പറയും. പിന്നെ ദേഷ്യം വരാൻ നോക്കേണ്ട കടമയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കൃഷ്ണമോൾ പറഞ്ഞു, അല്ല അമ്മ എന്തിനാ അച്ഛനെ ചോദ്യം ചെയ്യുന്നേ? ഭർത്താവിനെ മക്കളെയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ദിവസം പോയി കിടന്നിട്ട് വന്നതല്ലേ. അപ്പൊ അമ്മ ഈ ഭർത്താവിനെ മക്കളെ കുറിച്ചൊന്നും ആലോചിച്ചായിരുന്നോ? ഭർത്താവ് എങ്ങോട്ട് പോന്നു, മക്കൾ എങ്ങോട്ട് പോന്നു? ശരിക്കും ഞാനെങ്ങാനും ആയിരിക്കണം അച്ഛൻ്റെ സ്ഥാനത്ത്. എങ്കിലേ ഈ ഗേറ്റിന് വെളിയിൽ അമ്മ നിൽക്കുള്ളൂ, അകത്തേക്ക് പോലും ഗേറ്റില്ല എന്ന് പറഞ്ഞു. ഒരു നിമിഷം വൈജയന്തി രൂക്ഷമായിട്ട് കൃഷ്ണനെ നോക്കുവാണ്. നീ എന്താടി പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അമ്മ ഇവിടെ ആരോടും പറയാത്ത ഉള്ളിച്ചേടി ഇങ്ങോട്ട് പോയതല്ലേ, എന്നിട്ട് തോന്നുമ്പോൾ വന്ന് കയറും. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? നീ മിണ്ടരുത് കൃഷ്ണേ, അത് ഞാൻ പറയാനുള്ളത് പറയും. അതും പറഞ്ഞിട്ട് കൃഷ്ണ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഒന്ന് പോയി. ശരിക്കും വൈജയന്തി നാണം കെട്ടി നിൽക്കുകയാണ്. ബാലേന്ദ്രന് വൈജയുടെ മുഖത്ത് നോക്കിയിട്ട് പുച്ച ചിരി അങ്ങോട്ട് ചിരിച്ചു. വൈജയ ശരിക്കും ഒന്നും അല്ലാതായി തീർന്നു. മക്കളാണ് ചോദ്യം ചെയ്യുന്നത്, അതും ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച്. ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും ഭവിത പറഞ്ഞു, കിട്ടാനുള്ളത് കിട്ടിയില്ലോ, ഇപ്പം സമാധാനമായില്ലേ? അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. പണ്ടത്തെ പോലെ അച്ഛനോട് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭവിതയും കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വൈജയന്തി ആലോചിച്ചു, എന്തൊക്കെയോ ബാലേന്ദ്രൻ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത. പഴയതുപോലെയല്ല, ബാലേന്ദ്രൻ്റെ വാക്കുകളിലൊക്കെ ഒരു മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആകെപ്പാടെ ഒരു ടെൻഷനായി. പിന്നീട് അലീന മുറിയിലേക്ക് ചെന്നിട്ട് ഫോൺ എടുത്ത് രേവതിക്കുട്ടിയെ വിളിക്കണം. അപ്പം രേവതിക്കുട്ടിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടേക്ക് വന്ന കാര്യമോ താൻ ആരുടെ അടുത്ത എവിടെയാന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിച്ചു. അലീനയുടെ കോള് കണ്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം. രേവതിക്കുട്ടി ഹലോ പറഞ്ഞു. അലീന ചേച്ചി പുതിയ സ്ഥലത്താണോ? അതെ. എന്നെ രോഹിത്തേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി എന്നെ ഞങ്ങളോടൊന്നും പറയാതിരുന്നേ. അത് പറയാനുള്ള സമയ സന്ദർഭമൊന്നും കിട്ടിയില്ല മോളെ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വന്ന് സാവകാശം വന്ന് പറയാമെന്നൊക്കെ കരുതി. എന്നാലും ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു കേട്ടോ. സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അല്ല ചേച്ചിക്ക് അവിടെ സുഖമാണോ? അവിടെ ആരൊക്കെയുണ്ട്? 100 ചോദ്യങ്ങളാ രേവതിക്കുട്ടി ചോദിക്കുന്നേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അല്ല ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ആരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ജോലിക്കാരുണ്ട്, പിന്നെ ഇവിടുത്തെ ഹൗസ് ഓണർ ഉണ്ടെന്ന് പറഞ്ഞു. അത്ര മാത്രമല്ലോ, വേറെ ആരുമില്ലേ? പെണ്ണുങ്ങൾ ആരും ഇല്ലേന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ ആരുമില്ല. അല്ല പിന്നെന്തിനാ ചേച്ചി അവിടേക്ക് പോയത്? ചേച്ചിക്ക് അവിടെ എന്താ ജോലി? അടുക്കള ജോലി ചെയ്യാനാണോ അത് വേറെ എന്തെങ്കിലും ജോലിയാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ഇവിടേക്ക് വന്നതേ ജോലി ചെയ്യാനൊന്നുമല്ല. പിന്നെയോ എന്നെ അച്ഛൻ കൊണ്ടേ വിട്ടത് എന്ന് പറഞ്ഞിട്ട് അലീന ഒന്ന് നിർത്തുവാണ്. എന്താ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഹൗസ് ഓണർ, ഈ പറയുന്ന ഹൗസ് ഓണർ പേരെന്താണെന്നറിയാവോ? സ്റ്റാൻലി ജോസഫ്. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ചേച്ചി പറഞ്ഞിട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, ഈ സ്റ്റാൻലി ജോസഫ് ആരാന്നറിയാവോ? എൻ്റെ സ്വന്തം അച്ഛനാന്ന് പറഞ്ഞു. അച്ഛനോ? ഒരു നിമിഷം രേവതിക്കുട്ടിയുടെ ശബ്ദം നിന്നുപോയി. അതെ, എനിക്ക് ജന്മം നൽകി എൻ്റെ സ്വന്തം പപ്പായ എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ഇതെന്താ, ഞാനെന്താ വല്ല സ്വപ്നം കാണുമെന്നല്ലോ അല്ലേ? അല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. അല്ല അലീന ചേച്ചിക്ക് എങ്ങനെയാ അറിയാവുന്നേ അത് സ്വന്തം പപ്പായ എന്നുള്ള കാര്യം? അതെ, കടപ്പാട്ടിലെ അച്ഛനാ എന്നെ ഇവിടെ കൊണ്ടേ ആക്കിയത് എന്നെല്ലാം പറഞ്ഞിട്ട് കഥകൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങുവാണ്. രേവതിക്കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. രേവതിക്കുട്ടി നേരെ അടുക്കളയിലേക്ക് ഓടി. ഇതേ സമയം മാമച്ചനൊക്കെ വിളിക്കുവാണ്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ അലീന ചേച്ചിയാ വിളിക്കുന്നേ. അവളെവിടെയാ? കുളത്തുപ്പുഴയിലാന്നാ പറഞ്ഞത്. അവിടെ സ്വന്തം പപ്പാടെ അടുത്താന്ന്. സ്വന്തം പപ്പായുടെ അടുത്തോ? അവള് വെറുതെ പറയുന്നതായിരിക്കും. ഓ അല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും ഗ്രേസമ്മ ഫോൺ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോയി. ആ സമയം മാമച്ചനോട് പറഞ്ഞു, ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ, അലീന ചേച്ചിനോട് സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞെന്ന് പറഞ്ഞു. മാമച്ചന് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് സത്യമാണെന്നുള്ള കാര്യം. അതെങ്ങനെ സംഭവിക്കും എന്നൊരു ചിന്തയായിരുന്നു. ഇത്രയും നാളും അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് എത്തിയെന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൗലോസിന്. പൗലോസ് നേരെ ബൈജുവിൻ്റെ അടുത്ത് നിന്ന് പരാതി പറയണം. അവള് വന്ന് കയറിയപ്പോൾ തന്നെ എന്നെ ഭരിക്കാനായിട്ട് വന്നു. ഇതങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. ബൈജു പറഞ്ഞു, അതാണോ? അവളെ ഓടിക്കാനോ? എളുപ്പമുള്ള കാര്യമല്ലേ പൗലോസ് ചേട്ടാ, എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യുക,
അവധക്കുട്ടി ചാനുണ്ടല്ലോ, അവധക്കുട്ടി ചാനെ വിളിച്ചിട്ട് അങ്ങോട്ട് പറ, ഇവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവധക്കുട്ടി ചാൻ വന്ന് അവളെ പാർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ വല്ലതും നടക്കുമോ? പിന്നെ നടക്കുമോന്നോ? ഒന്ന് വിളിച്ചു പറയേണ്ട താമസം. അവധക്കുട്ടി ചാൻ ഇങ്ങോട്ട് പറന്നു വന്നോളും. എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? അവധക്കുട്ടി ചാൻ എന്താണെങ്കിലും ഇമാതിരി കേസ് കെട്ടുകളൊന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. മോളാന്നൊക്കെയല്ലേ പറഞ്ഞത്, നമുക്ക് നോക്കാം ആരാ എന്താ ഏതാന്നൊക്കെ. അല്ല, അവധക്കുട്ടി ചാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനോടകം വരണ്ടല്ലേ, വന്നിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? ബൈജുവിനോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. ബൈജു പറഞ്ഞു, ഞാനോ? അതെ, നീ ഒന്ന് വിളിക്ക്, അവധക്കുട്ടി ചാനെ ഒന്ന് വിളിച്ചിട്ട് പറ ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ബൈജു അവധക്കുട്ടി ചാനെ വിളിക്കുവാണ്. എന്താടാ ബൈജു? അതെ, കാര്യങ്ങളൊക്കെ അവധക്കുട്ടി ചാൻ അറിഞ്ഞോ? എന്ത്? അല്ല, കേണൽ സാബ് ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നോ? അതെ. എന്താടാ അവളുടെ പേര്? അലീനയെന്നോ മറ്റാ. അപ്പോഴേക്കും അവധക്കുട്ടി ചാന് കാര്യം മനസ്സിലായി. അവൻ പോയി അവളെ കൊണ്ടുവന്നിരിക്കുക, തന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. ആഹാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ശരി ശരി, നീ ഫോൺ വെച്ചോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവധക്കുട്ടി ചാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവുകയാണ് കുളത്തപ്പുഴ വീട്ടിലേക്ക് വരാനായിട്ട്, അലീനെ അവിടുന്ന് പറപ്പിക്കാൻ. അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. പക്ഷേ എങ്കിലും ഒന്നും നടക്കത്തില്ല. അവധക്കുട്ടി ചാൻ വന്നാലും അവധക്കുട്ടി ചാൻ ഓടിക്കാനൊന്നും പറ്റത്തില്ല. എന്നാണെങ്കിൽ വൈജയ്ക്ക് നല്ല ഇടിവെട്ട് പണിയാണ് കിട്ടുന്നത്. വൈജ ഇനിയിപ്പോൾ സ്വർണത്തിൻ്റെ അതുപോലെ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ നല്ല അടി അടിച്ച് കൊടുക്കുകയും ചെയ്യും. ഇനി പഴയ ബാലേന്ദ്രനല്ല, ബാലേന്ദ്രൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ബാലേന്ദ്രൻ ഒന്നും നോക്കാനില്ല. അലീനെ ആ വീട്ടിൽ നിന്ന് പോയല്ലോ, ഇനി ധൈര്യമായിട്ട് വൈജയന്തിയായിട്ട് ഏറ്റുമുട്ടുക തന്നെ ചെയ്യാം. അപ്പോൾ ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.